സ്റ്റുഡൻസ് എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ ഇന്ന് വായിച്ച് കേൾപ്പിക്കണം. ഇന്നലെ ഞാൻ മലയാളം വായിപ്പിച്ചാണ്. അപ്പം പ്രസന്റ് ഒളിപ്പിക്കാൻ പോവാണ്. അയ്യോ ബുക്ക് നല്ലതായിരുന്നു. അമ്പാടി പ്രസന്റ് സർ. അർണവ് പ്രസന്റ് സർ. കണ്ണൻ പ്രസന്റ് സർ. ശ്രീകുട്ടൻ പ്രസന്റ് സർ. ഓക്കെ, ഇന്ന് ഇത്ര പേരെ വന്നിട്ടുള്ളൂ. ബാക്കി 36 പേര് അവിടെ പോയി. അപ്പൊ ഇന്ന് നിങ്ങളെ കൊണ്ട് മലയാളം വായിപ്പിക്കും. സീതയുടെ സ്വയംവരം എന്നുള്ള പാഠം. ഞാൻ അപ്പോഴേക്ക് ബുക്ക് എടുത്തിട്ട് വരാം. നിങ്ങൾ ഇവിടെ നിന്നില്ലേ? നീ എന്തൊക്കെ കഴിച്ച്? ഓ ആ ഞാനൊന്ന് ഏച്ചിനോട് പറഞ്ഞിട്ട് തരാം. നീ അവിടെ നിന്നില്ലേ? നമസ്തേ സാർ, ഞാൻ എല്ലാം പഠിച്ചിട്ടുണ്ട്. ആ സാർ പറയുന്ന എല്ലാത്തിൻ്റെ ആൻസർ ഞാൻ പറയും. ഓക്കെ, ഞാൻ ബുക്ക് എടുത്തോണ്ട് വരാനാ? ആ സാർ ഇപ്പം എടുത്തോണ്ട് വരാം. സ്റ്റുഡൻസ്, അപ്പം മലയാളം നമുക്ക് സീതയുടെ സ്വയംവരം എന്നുള്ള പാഠമാണ് എടുക്കാൻ പോകുന്നത്. സീതയുടെ സ്വയംവരം ഫസ്റ്റ് വായിക്കാൻ ഞാൻ വിളിക്കുന്നത് അമ്പാടി. അമ്പാടി സ്റ്റാൻഡപ്പ്. സീതയുടെ സ്വയംവരത്തിന്റെ ഇത് പറയണം. നീ പറയണം. പറയൂല, വടി എടുത്തിട്ട് ഞാൻ വരാം. സാറേ, സീതയുടെ സ്വയംവരം എനിക്ക് വായിക്കാൻ അറിയില്ല. മര്യാദയ്ക്ക് വായിച്ചോ, അല്ലെങ്കിൽ നിന്നെ ഞാൻ തന്നിട്ടില്ല. സാർ, ഞാൻ വായിക്കാം. ചന്ദ്രശേഖരുടെ പള്ളിയിൽ കണ്ട് രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടാൻ വില്ലെടുക്കാമോ? സാറേ തല്ലല്ലേ, പ്ലീസ് സാറേ. സാറേ തല്ലരുത് സാറേ, തല്ലരുത് സാറേ. തല്ലല്ലേ കൈ കൊള്ളിട്ട് സാറേ, തല്ലല്ലേ സാറേ, തല്ലല്ലേ. സീതയുടെ സ്വയംവരം. ചന്ദ്രശേഖരുടെ പള്ളിയിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടുവാൻ വില്ലെടുക്കാമോ? കുലയ്ക്കാമോ? വലിക്കാമോ? ചൊല്ലുക. അതു കേട്ടു ചൊല്ലിയതൻ വിശ്വാമിത്രൻ. എല്ലാം മറക്കുന്നതും ചെയ്യുന്നാലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നു കൂടുമല്ലോ. മന്ദം ഹസവും പൂണ്ട് രാഘവൻ കേട്ടു. മന്ദം പോയി ചെയ്യുന്നിരുന്നു കണ്ടിതു ചപ്പം. അത് മതി അമ്പാടി, നീ അവിടെ. താങ്ക് യു സാർ. അപ്പം ഇവിടെ അമ്പാടിയാണ് നല്ലോണം വായിച്ചിരിക്കുന്നത്. അവസാനം ഇവിടെ ഒരാളേ ഉള്ളൂ, അർണവ്. ഓനിത് വായിച്ചില്ലെങ്കിൽ സാറിന്റെ തനി സ്വരൂപം പുറത്തെടുക്കും. എന്തേ കാണണോ നിനക്ക്? മര്യാദയ്ക്ക് സീതാ സ്വയംവരം വായിച്ച് കേൾപ്പിച്ച നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. അമ്പാടീൻ്റെ കാട്ടും നല്ലോണം വായിപ്പിച്ച് കേൾപ്പിച്ച നീ ഇവിടുത്തെ ലീഡർ ആക്കും. ഞാൻ ആക്കട്ടോ? ആക്കണമെങ്കിൽ നീ അത് വായിച്ച് കേൾപ്പിക്കണം. പറ്റുമോ? പറ്റും സാർ. ആ അതെന്നെ നല്ലത്. വാടാ. സീതാ സ്വയംവരം. ചന്ദ്രശേഖരുടെ പള്ളിയിൽ കണ്ടു രാമചന്ദ്രനും കൊണ്ട് വന്ദിച്ചിടുവാൻ വില്ലെടുക്കാമോ? പൊളിക്കാമോ? വലിക്കാമോ? ചൊല്ലുക. നതു കേട്ടു ചൊല്ലിയ നടൻ വിശ്വാമിത്ര. എല്ലാം മറക്കുന്നതു ചെയ്യുവാലും മടിക്കേണ്ട, കല്യാണം ഇതുമൂലം വന്നു കൂടുമല്ലോ. മന്ദാസവും പൂണ്ട് രാഘവൻ കേട്ടു. മന്ദം പോയി ചെന്നു നിന്നു കണ്ടിത്തും ചപ്പം. ജലിച്ച് തേജസ്സോടെ വേഗത്തോടെ
കുലച്ചു വലിച്ചു ഡൻ മുറിച്ചു ചിത്രശ്രമം ഇടിവെട്ടിയിട്ടും വണ്ണം വിൽ മുടങ്ങി നടുങ്ങി രാജാക്കന്മാർ പോലെ. ഇവിടെ അമ്പാടിന്റെ കാട്ടും കൂടുതൽ വായിച്ചിരിക്കുന്നത് നമ്മുടെ അർണവാണ്. അർണവിന് എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുക്കും. അപ്പൊ അർണവാണ് ഇവിടുത്തെ ലീഡർ. ഓക്കെ, നമുക്ക് ഓനെ വിളിക്കാം. അർണവ് വരൂ. നന്ദിയുണ്ട്. ഞാനിതെല്ലാം വായിച്ചു വന്നത് എൻ്റെ ഈ സാറും ടീച്ചേഴ്സും എല്ലാവരും കാരണമാണ്. അപ്പം സാറ് ഇനിയും ഞാൻ പഠിക്കും എന്നുള്ള എനിക്കൊരു നല്ല ഉറപ്പുണ്ട്. അപ്പോൾ സാർ എന്നെ വിളിച്ചതിൻ്റെ ഇതെന്താണെന്ന് ചോദിച്ചു നോക്കാം അല്ലേ? അവേ എനിക്കും ഉണ്ടായിരുന്നൊരു സാറ് ഞാൻ അന്ന് വായിച്ചപ്പോൾ സാർ എനിക്ക് തന്നൊരു പെന്നാണ്, ലേസർ പെൻ. ഇത് വെച്ച് നിനക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാമെന്ന് സാർ എന്നോട് പറഞ്ഞു. അന്ന് മുതലേ എന്നോട് പറഞ്ഞു സാർ, ആരെങ്കിലും പഠിച്ച് നീയും ടീച്ചറായി വലിയ കുട്ടികളെ ആരെങ്കിലും പഠിപ്പിച്ച് വലുതാക്കുക, അവർക്കിത് സമ്മാനമായിട്ട് കൊടുക്കും എന്ന് സാർ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു നിന്നെ കണ്ടപ്പോൾ. അപ്പം നിനക്കായിട്ട് ഞാൻ തരിക. താങ്ക് യു സാർ. അപ്പം സാർ എനിക്ക് ലേസർ തന്നെ. അപ്പം എല്ലാവർക്കും എൻ്റെ നമ്മളെല്ലാവരും പഠിച്ച് വളരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കും കുറേ ചെറുപ്പത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഇപ്പോഴും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്കെല്ലാം മാറി. അപ്പോൾ ഞാൻ ഇതായി. അപ്പോൾ ഇത്തിരി കുറേ വായിച്ചു തുടങ്ങി, എല്ലാം റെഡിയായി. ഞാൻ നല്ലോണം പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചു. മറ്റന്മാർ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഇപ്പോൾ ചെയ്ത വീഡിയോസ്. കുറച്ചൊക്കെ എനിക്ക് ബുദ്ധിമുട്ട് വന്നെങ്കിലും എനിക്ക് പഠിക്കാനും നല്ലോണം ശ്രമമുണ്ട്. ഞാൻ ഇപ്പോൾ പഠിച്ച് ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ റീൽസും ഇങ്ങനെയൊക്കെ ഇടാൻ തുടങ്ങുകയാണ്. അതാകുമ്പോൾ എനിക്ക് പഠിത്തത്തിനോട് നല്ലോണം ഇതാവുകയും ചെയ്യും. എനിക്ക് കുറേ ലൈക്കും സബ്സ്ക്രൈബ്സും കിട്ടണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യുക കേട്ടോ, എനിക്ക് അതന്നെ ഒരു സന്തോഷം. അപ്പോൾ നമുക്ക് ബൈ, പിന്നെ കാണാം.